ഇതെവിടെ പോയി കിടക്കുക? സാധാരണ അവൾ നേരം വൈകാറില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ദുർഗ, വാ, വന്ന് കയറും. ഏ, ഇയാളിത് എങ്ങോട്ടാ വിളിക്കുന്നത്? ഞാൻ ഈ കോളേജിന് മുന്നേ തന്നെയല്ലേ നിൽക്കുന്നേ. എങ്ങോട്ടേക്കാ സർ? വന്ന് കയറാൻ പറഞ്ഞ കയറിക്കോണം, വേറെ ചോദ്യമൊന്നും വേണ്ട. സർ, കുറച്ച് പതുക്കെ പോകും, എനിക്ക് പേടിയാവുന്നു. തന്നെ പോലെ നല്ല ചങ്കുറ്റുള്ളവർക്ക് ഈ സ്പീഡൊക്കെ പേടിയാണോ? സർ, നമ്മൾ എങ്ങോട്ടേ പോകുന്നേ? പേടിക്കണ്ട, കൊല്ലാൻ കൊണ്ടുപോകുന്നല്ല. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. സാർക്ക് എന്ത് കാര്യം എന്നോട് പറയാനുള്ളേ? ദുർഗ, ആർ യു ഗോയിങ് ടു ഗെറ്റ് മാരീഡ്? അതറിഞ്ഞിട്ട് സാർക്ക് ഇപ്പം എന്തിനാ? ഇത് ചോദിക്കാനാണോ എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നേ? നിന്റെ കഥാപ്രസംഗം നിർത്തിയിട്ട് ചോദിച്ചതിന് ഉത്തരം പറയടി. ആ, അതെ. സർ, പ്ലീസ് ഒന്ന് പതുക്കെ പോവോ? നീ എന്റെയാ, എന്റേത് മാത്രം. മനസ്സിലായോടി? ദുർഗ വിഷ്ണു ശർമ്മ ശിവയുടെയാ, ശിവയുടേത് മാത്രം. നിന്നെ കിട്ടാൻ വരുന്ന മറ്റേ അവനെന്നല്ല, ഈ ലോകത്ത് വേറെ ഒരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. സാർ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താടി, ഞാൻ പറഞ്ഞ മലയാളല്ലേ, നിനക്ക് മനസ്സിലാവാതിരിക്കാൻ ഇനി ഇംഗ്ലീഷ് പറയണോ? യു ആർ മൈൻ. ഈ ശിവ സ്വന്തം മുത്തശ്ശനോട് പോലും പറയാതൊരു കാര്യം മനസ്സിലിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. ദുർഗ വിഷ്ണു ശർമ്മ മാത്രമാണെന്ന്. ഞാനിപ്പെന്താ ചെയ്യണ്ടേ? ഇറങ്ങ്. എന്ത്? എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഇരിക്കാതെ കാർ നിറങ്ങി പോവാൻ. ഇല്ലെങ്കിൽ ഈശ്വര, ഇപ്പൊ എന്താ സംഭവിച്ചേ? ഞാൻ വല്ല സ്വപ്നം കണ്ടാണോ? നീ എവിടെയായിരുന്നു? ഒരു പിരീഡ കഴിഞ്ഞ്. ഭാഗ്യത്തിന് ശിവസാറും എത്താത്തോണ്ട് നീ രക്ഷപ്പെട്ടു. നീ എന്താ പറഞ്ഞേ? കുന്തം, നീ ഏത് ലോകത്താ? ഇടേ, അതുണ്ടല്ലോ. സോറി സ്റ്റുഡൻസ്, ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എല്ലാവരും ബുക്ക് എടുത്തോളൂ. അങ്ങേരെ മുഖത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ വല്ല സ്വപ്നം കണ്ടാണോ? ദുർഗ, എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ആലോചിച്ചിരിക്കുകയാണോ ക്ലാസ് സ്ഥലത്തേക്ക്? ഏട്ടൻ എന്താടി നിന്നോട് പറഞ്ഞേ? ഒന്നുമില്ലടാ, ലേറ്റ് ആയതിന് ചീത്ത പറഞ്ഞായിരുന്നു, അതായിരിക്കും. ഓ, അതാണോ കാര്യം? എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. നീ ഒന്ന് വന്ന് എൻ്റെ കൂടെ. ശക്തി, ഞാനിപ്പോ വരാം. എന്താടി, എന്ത് പറ്റി? നീ എന്താ രാവിലെ തൊട്ട് കിളി പോയ മാതിരി നടക്കുന്നേ? നിനക്ക് മാത്രമല്ല, ആ ശിവസാർക്കൊന്നും എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങേർക്ക് എന്താ പറ്റേ? നീ ശ്രദ്ധിച്ചില്ലേ? അങ്ങേരുന്ന് ക്ലാസ് എടുക്കുന്ന ഫുൾ ടൈം നിന്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നുണ്ട്. ആണോ? എടി, എനിക്ക് നിന്നോടൊരു വലിയ കാര്യം പറയാനുണ്ടായിരുന്നടി. വലിയ കാര്യം? അതെന്ത് കാര്യം? നീ പറ. എടി, ഞാനിന്ന് ലേറ്റ് ആയത് എന്താണെന്നറിയോ? എന്ത്? നീ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? നിന്നെ എനിക്കറിയില്ലേ. ഞാൻ ഉറങ്ങിപ്പോയതൊന്നുമല്ല, ഞാനിന്ന് നേരത്തെ വന്നിട്ടുണ്ട്. ഗേറ്റിന് മുന്നിലെത്തിക്ക് ശിവസാറ് വന്നെ കാറിൽ കൂട്ടി കൊണ്ടുപോയത്. എന്തിന്? അയാൾക്കെന്നെ ഇഷ്ടാന്ന് പറയേ. എന്ത്? നീ എന്ത് പിച്ചും പറയുന്നേ? നിന്റെ റിലേ മുഴുവൻ കട്ടായ? അല്ലടി, സത്യമായിട്ടും അയാളെന്നെ പ്രപ്പോസ് ചെയ്തടി. അമ്പോ, വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് അയാളെന്താ പറഞ്ഞേ? എന്നെ കല്യാണം കഴിക്കാൻ വരുന്നവരല്ല, ഈ ലോകത്ത് വേറെ ഒരുത്തനെ വിട്ടുകൊടുക്കൂലെന്ന് പറഞ്ഞടി. എന്നിട്ടെന്തോ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയിട്ടുണ്ടടി. ആ വിവേക് പ്രപ്പോസ് ചെയ്താൽ പോലെ എനിക്ക് ഇത്ര ടെൻഷനായില്ല. ഞാൻ ആ കാറിലിരുന്ന് ഒരുക്കായിരുന്നടി. എങ്ങനെ പുറത്തിറങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ സത്യമാണോ? എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശിവസാർ അതൊന്നും എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു. ഇനി അങ്ങേർക്ക് ആള് വല്ലതും മാറിപ്പോയതാണോ? എനിക്കും അതാടി തോന്നണേ. എന്തായാലും തൽക്കാലം നീ ഇതാരോടും പറയണ്ട. രാഹുലിനോട് ശക്തിനോടൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്താ അയാളുടെ ഉദ്ദേശം എന്നറിയില്ലല്ലോ. നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കാണ്. എന്താ ഒരു രഹസ്യം പറിച്ചിടും? ബ്രേക്ക് ടൈം കഴിഞ്ഞു, ക്ലാസ് കയറണ്ടേ? ഞങ്ങള് വരിക. അക്കു, നീ എന്താ ചെയ്യാ? ഞാൻ അക്കൗണ്ടൻസിയുടെ നോട്ട് ഉള്ളാക്കായിരുന്നു. നീ പറ, എന്തായി? പിന്നെ അയാൾ വിളിച്ച നിന്നെ? അയാള് വിളിച്ചൊന്നുമില്ല. എടി, എനിക്കൊരു പേടി. ഇനി ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന് വല്ലതും വന്ന് അയാളെന്തേ കൊളാക്കുന്നു. ആ സംശയം എനിക്കില്ലാതില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? ആ ശക്തിനെ രാഹുലിനെ കൂടെ വിളിച്ചാലോ?
ശനിയാഴ്ച ചിലപ്പോൾ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ശിവസാറൊന്നും പറയുന്നുണ്ടാവില്ല. ഞാനും അത് ആലോചിക്കാറില്ല. നമുക്ക് വിളിക്കല്ലേ. പിന്നെ അവന്മാരില്ലെങ്കിൽ നീ എന്തായാലും ഉണ്ടാവണം കേട്ടോ, എനിക്കൊരു ധൈര്യത്തിനാ. ഞാൻ അവിടെ കറക്റ്റ് ടൈമിലുണ്ടാവും, നിനക്കറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ പുറത്തു പോകല്ലേ. അപ്പോൾ അവന്മാരോട് കാര്യം പറയാം, അവന്മാർ ശരിയാണെങ്കിൽ വന്നോട്ടെ. ആ എന്നാ ശരിയടേ, ഞാൻ കിടക്കട്ടെ. ആ പിന്നെ നീ അവന്മാരെ വിളിച്ചിട്ട് നാളത്തെ കാര്യം പറയണേ. ആ അത് ഞാൻ പറഞ്ഞോളാം. ഡീ ദുർഗ, നിനക്കിന്ന് പോകാനില്ലേ? ഇല്ല, ഇന്ന് പോകാനില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു പോയേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ലല്ലോ, ലീവ് കിട്ടിയ ദിവസം ഒന്നും നീ വീട്ടിലിരിക്കാറില്ലല്ലോ. ആ പിന്നെ അച്ഛൻ എടുക്കേമ്മ? ആ അതോ, അച്ഛൻ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വർമാസ് ഗ്രൂപ്പ് ഇടപെടുന്നതിന് മുന്നേ അതൊന്ന് തീർക്കണം എന്ന് പറഞ്ഞു പോയതാ. ഈ വർമാസ് ഗ്രൂപ്പ് ഭയങ്കര ശല്യമാണല്ലോ. അവരെന്തിനാ നമ്മുടെ ബിസിനസ്സിൽ ഇങ്ങനെ ഇടപെടാൻ വരുന്നേ? അത് പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അല്ലേ. നീ പഠിത്തമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കമ്പനിയിൽ ചെല്ലുമ്പോൾ നിനക്ക് ഇതൊക്കെ മനസ്സിലാവും. ആ അങ്കി നീ പുറപ്പെട്ടോ? ഇല്ല, നീ എപ്പോഴാ ഇറങ്ങുന്നേ? രാഹുലും ശക്തിയും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് കൂട്ടാന്ന് പറഞ്ഞേ, നമ്മൾ ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ആണോ? ഞാനൊരു 10-10:30 ആകുമ്പോൾ. ആ എന്നാ ഞാനും ആ സമയത്ത് ആകുമ്പോഴത്തേക്ക് ഇറങ്ങാൻ നോക്കാം. ആരാടി, അങ്കിത് മോളാണോ? നീ എന്നിത് പിടിച്ചേ, ഞാൻ ഒന്നുകൂടെ കുറച്ച് സംസാരിക്കട്ടെ. ഓയ് അമ്മ. എടേ, അമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന് ഞാൻ അമ്മയെ കൊടുക്കുക. ഹായ് മോളെ, ലക്ഷ്മിയുടെ സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ആ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അച്ഛനും അമ്മയ്ക്കൊക്കെ? ആൻറ്റി, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അച്ഛനിപ്പോൾ ടൗണിലൊരു ഹോസ്പിറ്റലിൽ മാറിയിരിക്കും. ആണോ? നന്നായി. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന പറയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്ത് പറയുന്നു? അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ലീവിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ അച്ഛൻ പിന്നെ ഇതുവരെ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ലല്ലോ? ഇല്ല ആൻറ്റി, അച്ഛന് ഭയങ്കര വാശിയാ. ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ കുറേ വിളിച്ചതാ, വന്നില്ല. സാരല്ല, എന്തെങ്കിലും എല്ലാം ശരിയാവുമായിരിക്കും. പിന്നെ മോൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുമ്പം പറ, ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി തരാം, മുത്തശ്ശിക്കും മുത്തശ്ശനും കൊടുക്കാൻ. ഓ എൻ്റെ അമ്മ മതി, ആ ഫോണിൽ തന്നെ ഞങ്ങൾ പോകാനുള്ളതാ. എന്നാ ശരി മോളെ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങും. ആ ആൻറ്റി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്നാ ശരിയടി, നീ പോയി പുറപ്പെട്ടോ, ഞാനും മാറ്റിയിട്ട് വരാം. നിനക്കെന്ത് കുശുമ്പാടി? ഞാൻ ഒത്തിരി നേരം അങ്കീത് മോൾ സംസാരിക്കുന്നത് നിനക്കെന്താ? ഓ ജലസടിക്കാൻ പറ്റിയ ആളല്ലേ. ഞങ്ങൾക്കേ പോവാൻ ലേറ്റാവും, അതുകൊണ്ടാ. പിന്നെ അമ്മ എന്തേത്തിനാ ഓൾഡ് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുന്നേ? അത് പിന്നെ ഒരമ്മയുടെ അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ വിലയെ നിനക്ക് പിന്നെ മനസ്സിലാവും. ഓ പറയുന്നേട്ട വിചാരിക്കും അമ്മയുടെ അച്ഛനും അമ്മയാണെന്ന്. നീ എത്തിയോ? അവര് ഇതുവരെ വന്നില്ലേ? ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചപ്പോ ഇറങ്ങിയെന്നാ പറഞ്ഞേ. ആ ദാ വരുന്നു. അങ്കി, ദുർഗ, വാ വന്ന് കേറും. ആ എടാ, ഈ വണ്ടി ഇത് ഞാൻ ഇവിടെ കണ്ടിക്കല്ലോ. ഇത് ശിവസാർ കാറല്ലേ? അതെല്ലോ. നിനക്ക് വേറെ ഒരു വണ്ടി കിട്ടിയില്ലേ? ഇതെടുത്ത് വന്നേക്കുന്നു. അതെന്താടി, ഈ വണ്ടി എന്താ നിന്നെ എടുത്ത് കടിച്ച? കടിച്ചതല്ല, അതിനപ്പുറം സംഭവിച്ചിട്ട്. എന്താ അങ്കി, നീ എന്തേ പറഞ്ഞായിരുന്നോ? ഞാനോ? എന്ത്? ഞാനൊന്നും പറഞ്ഞില്ല. സോറി. പിന്നെ കേറുന്നൊക്കെ കൊള്ളാം. ദയവ് ചെയ്ത് ഒന്നും ചെയ്തും വരുത്തി വെക്കരുത്. ഏട്ടൻ എന്നെ കൊല്ലും. ഞാൻ കാൽ പിടിച്ച് വാങ്ങിച്ചെടുത്തതാ. വേറെ ഒരാൾക്ക് തൊടാൻ കൂടി ഇതുവരെ കൊടുത്തിട്ടില്ല. നിന്റെ ഏട്ടൻ അത്രയ്ക്ക് കാര്യമാണ് ഈ വണ്ടി. വണ്ടി മാത്രല്ല, ഏട്ടൻ ഒന്ന് സ്വന്താക്കാൻ വിചാരിച്ചാൽ അത് സ്വന്താക്കിയിരിക്കും. വേറെ ഒരുത്തനും ഇതുവരെ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം അച്ഛൻ്റെ മുന്നിൽ പോലും വിട്ടുകൊടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നന്നായി. അപ്പൊ നിന്റെ കാര്യത്തിൽ തീരുമാനമായി ദുർഗ. സംസാരിച്ചിരിക്കാണ്ട് പറ, എവിടേക്കാ ഫസ്റ്റ് പോകുന്നത്? തിയേറ്ററിൽ പോയാലോ? പുതിയതൊരു സിനിമ ഇറങ്ങിയിരിക്കും. അങ്ങനെ അവർ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് പുറത്തിറങ്ങി. ഇനിയിപ്പോ എങ്ങോട്ടാ? ബീച്ചിൽ പോവാം, കുറച്ച് കടലൊന്ന് കാണാൻ വിചാരിക്കും. എന്നാ കാർ അങ്ങോട്ടേക്ക് വിട്ടോ. എന്ത് രസാലേ ബീച്ചൊക്കെ കാണാൻ. നീ എന്താടാ ആദ്യമായിട്ട് ബീച്ചിൽ വരുന്ന മാതിരി? ആദ്യമായിട്ടല്ലെങ്കിലും 1-2 തവണയൊക്കെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളവിടേക്ക് അങ്ങനെ വലിയ ബീച്ചൊന്നുമില്ല. നിങ്ങൾ നാട്ടിലൊന്നും വന്നിട്ടില്ലേ? ഇവൻ നിങ്ങൾ എങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോകുന്നില്ല? എവിടുന്ന്? ഓരോ തവണ പോകുമ്പോൾ കൊണ്ടുപോകാന്നല്ലാണ്ട് എനിതുവരെ നിങ്ങൾ നാട് കാണിച്ചില്ല. ആണോ?
എന്നാൽ അടുത്ത തവണ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കുറേ മലയും കാടും ഇവയൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എടി അവന്മാരോട് കാര്യം പറയണ്ടേ? ആ നീ പറ. എടാ നിങ്ങൾ രണ്ടാളും ഉണ്ടാവില്ലേ ഇവളുടെ വീട്ടിൽ സാറ്റർഡേ ഫംഗ്ഷന്? എടി ഞങ്ങൾ എന്തിനാടി? അതൊന്നും പറഞ്ഞ ശരിയാണ്. നിങ്ങളും വേണം. എനിക്കൊരു ധൈര്യത്തിനാ. പിന്നെ നിന്നെ അപ്പൊ തന്നെ കെട്ടിച്ച് പറഞ്ഞേക്കല്ലേ? പിന്നെ ഒരുത്തൻ്റെ ജീവിതം നശിക്കുന്നത് കാണാൻ എന്തിനാടി ഞങ്ങളെയും കൂടി വലിച്ചയക്കുന്ന അതിലേക്ക്? പോടാ ഈ ശക്തി ഒന്ന് വാ. ആ ഞാൻ നോക്കട്ടെ, ഏട്ടനോട് ചോദിക്കണം. അത് വേണ്ട. അതെന്താ? നീ എന്താ LKG പഠിക്കുന്ന കുട്ടിയോ? ഒന്ന് പുറത്തു പോകാൻ ഏട്ടനോട് അനുവാദം ചോദിച്ചു ഒത്തിരിക്കുന്നത്? ഏട്ടന് ഞാനിപ്പോൾ LKG പഠിക്കുന്ന കുട്ടി തന്നെയാണ്. അല്ലാതെ ഏട്ടനെ പേടിച്ചിട്ടൊന്നുമില്ല. ഏട്ടനെ പേടിയോ? ആർക്ക്? എനിക്കോ? എന്നൊരു കാര്യം ചെയ്യാം, ഇപ്രാവശ്യം ഞാൻ ഏട്ടനോട് പറയാതെ വരാം. എന്നാ നിനക്ക് ഏട്ടനെ പേടില്ല ഞങ്ങൾ സമ്മതിക്കാം. ആയിക്കോട്ടെ. എടി നിങ്ങളിതെവിടെ എത്തി? ഞാനിവിടെ ബസ് സ്റ്റോപ്പിലുണ്ടടി. ആമാരെ കാത്തുക്ക. ഇപ്പൊ വരാം, 10 മിനിറ്റ്. നീ ടെൻഷൻ അടിക്കണ്ട. ആ നിങ്ങളൊന്ന് വേഗം വാ, എനിക്കൊരു മനസ്സമാധാനം കിട്ടണില്ല. എടി നീ ഇതുവരെ മാറ്റിക്കഴിഞ്ഞില്ലേ? അവരവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. വേഗം വാ. അമ്മ ഇപ്പൊ കഴിയും. ബി സ്ട്രോങ് ദുർഗ, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരുന്നു. എനിക്കെന്താ പറ്റണേ? ഈ കല്യാണത്തിന് സമ്മതിക്കാതെ തോന്നാത്ത എന്താ? ശിവസാറ് ദുർഗ ഒന്ന് നിർത്തുവോ? ആ മക്കളായിരുന്നു. ഞാൻ വിചാരിച്ച ചെക്കനെ വീട്ടുകാരായിരിക്കും. വാ മക്കളെ കേറും. അവളെവിടെയെങ്കിൽ? അവള് മുകളിലെ റൂമിലുണ്ട്. മക്കള് ചെന്ന് കണ്ടോ? ആ നിങ്ങൾ വന്നു. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു മനസ്സമാധാനായി. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഞങ്ങൾ സമയത്തിനൊക്കെ നിന്നോട് പറഞ്ഞല്ലേ. ആ എന്നാ നിങ്ങൾ പറ, എങ്ങനെയുണ്ടെന്ന് തന്നെ കാണാൻ. നല്ലാതെ ചന്തുണ്ട്. നിനക്ക് എങ്ങനെയൊക്കെ കോളേജിൽ വന്നൂടെ? ഞാനോ? അത് ഈ കുളത്തിൽ നടന്നു തന്നെ. ഇതെന്നെ പകുതി അമ്മ ഉടുപ്പിച്ച് തന്നുകൊണ്ട് ഈ കുളത്തിൽ നിൽക്കുന്നു. അവര് വന്നു പോയി അപ്പൊ തന്നെ ഊരിക്കളയണം. അതിനിക്കോലത്തിൽ എന്താ കുഴപ്പം? നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ദേവിയെ പോലെയുണ്ട്. ലക്ഷ്മി, ദേ അവര് വന്നു കേട്ടോ. ആ എഴുന്നേട്ടോ. ആ ചെറുക്കം വന്നെന്ന് തോന്നുന്നു. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. രാഹുലേ വാ. വിവേകോ? ഇവെന്താ ഇവിടെ? ആ എല്ലാരും കേറി ഇരിക്കും. ഹായ് വിഷ്ണു, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഭയങ്കര ട്രാഫിക്. ആ നിങ്ങൾ ലേറ്റ് ആയപ്പോ ഞാനും വിചാരിച്ചു എന്ത് പറ്റിയെന്ന്. ആ മോനെ ഇരിക്കെ. ആ അങ്കിൾ. ലക്ഷ്മി മോളെ വിളിക്കേ. വിവേകോ? ഇവനെന്താ ഇവിടെ? മോളെ തപ്പിടി, ഈ ചായ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഇന്നലെ മോളെ കാര്യം പറഞ്ഞ് ഫോട്ടോ കാണിച്ചപ്പോ അവൻ പറഞ്ഞ് അവന്റെ കോളേജിലാണ് പഠിക്കുന്നതെന്ന്. അപ്പൊ പിന്നെ ചിലപ്പോ ഇവനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് എൻ്റെ ഒരേ ഒരു മകനാ, വിവേക് മാത്തൻ. ഇനി മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടി സംസാരിച്ചോട്ടെ. ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനല്ല. ഞങ്ങൾ പരസ്പരം നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരേ കോളേജിലല്ലേ പഠിക്കുന്നത്. എനിക്ക് സംസാരിക്കണം. ഹായ് ദുർഗ. വിവേക് എന്തായത്? എന്ത്? എന്താ ഇവിടെ നടക്കണേ? നമ്മുടെ പെണ്ണാണല്ലേ? വിവേക് ഇത് തമാശയല്ല. നിനക്ക് ദോഷിച്ച് മതിയായില്ലേ? ഞാനെന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞു ഒരു പെണ്ണ് കാണാൻ പോകാനുണ്ടെന്ന്. ഞാൻ വന്നു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? എന്നിട്ട് അങ്കിള് പറഞ്ഞല്ലോ ഇന്നലെ എന്റെ ഫോട്ടോ കണ്ടെന്ന്. അതെ, പപ്പ ഇന്നലെ നിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൽ തന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു അവസരം കിട്ടിയ ഞാനെന്തിനാ തട്ടിക്കളയണം? നീ സ്നേഹിക്കുന്ന പെണ്ണോ? വിവേക് അതെല്ലാം കഴിഞ്ഞ കാര്യം. ഓക്കെ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ? നീ നിന്റെ പപ്പയെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ കല്യാണം നടക്കില്ലാന്ന്. ഞാനൊരിക്കലും പറയില്ല. നീ വേണം, നീ നിന്റെ അച്ഛനോട് പറ. വിവേക് വിവേക് പ്ലീസ്. അപ്പൊ ശരി, നമുക്ക് എൻഗേജ്മെന്റിൽ നിന്ന് കാണാം. ബൈ. പിന്നെ ആ ദുർഗ, ടുഡേ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ദുർഗ അവനെന്ത് പറഞ്ഞു? അവൻ രണ്ടും കൽപ്പിച്ചാൻ തോന്നുന്നു. അവൻ പിന്മാറാൻ തോന്നുന്നില്ല. പറ്റുമെങ്കിൽ എന്നോട് പിന്മാറിക്കണം പറഞ്ഞു. നമുക്ക് വിഷ്ണുച്ചനോട് പറഞ്ഞാലോ? സത്യാവസ്ഥ അറിയുമ്പോൾ വിഷ്ണുച്ചൻ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വയ്ക്കും. എടാ അതെനിക്കറിയാനില്ല. പക്ഷേ അച്ഛന് കമ്പനിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ വിവാഹാലോചന തന്നെ അതുകൊണ്ടാ.
ഞാനിപ്പോൾ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞു. എനിക്ക് ഉറപ്പാ അച്ഛൻ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന എൻ്റെ അച്ഛനായിരിക്കും. അത് വേണ്ട, ഇതായിരിക്കും എൻ്റെ വിധി. എടീ, നീ വിഷമിക്കാതെ, ദൈവം ഒരു വഴി കാണിക്കും, എനിക്ക് ഉറപ്പാണ്. കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ബാക്കി കാര്യം എങ്ങനെയാ വിഷ്ണു? ഞാൻ മോളോടൊന്ന് ചോദിച്ചിട്ട് ആ ഓക്കെ നൈറ്റ് വിളിക്കാമെന്നാ. ഓക്കെ വിഷ്ണു, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ദുർഗ മോളെ, എന്താ നിന്റെ അഭിപ്രായം? അച്ഛൻ അവരെ വിളിച്ച് ഓക്കെ പറഞ്ഞോളൂ, എനിക്ക് സമ്മതം. താങ്ക്സ് മോളെ. പിന്നെ നമുക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? മനസ്സറിഞ്ഞ ഇഷ്ടത്തോടെ തന്നെയല്ലേ വിവാഹത്തിന് സമ്മതിക്കുന്നേ? അതെ അച്ഛാ, എനിക്ക് സമ്മതം. ഹലോ, എന്തായി? ഹലോ സർ, പെണ്ണ് കാണാൻ കഴിഞ്ഞു. ഇതാ ഇതവന്റെ ജാതക, ഇതൊന്നും നോക്കണം. തരി സാർ. സാർ പണ്ട് പറഞ്ഞോടെ തന്നെ നല്ല ഉത്തമമായ ജാതകം തന്നെയാണ്. എനിക്കറിയേണ്ടത് അവനൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പോയതാ. അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടോ ഇല്ലയെന്ന. ഈ ജാതകക്കാരൻ എന്താഗ്രഹിച്ചാലും അവനത് നടത്തിയിരിക്കും. പിന്നെ പെട്ടത് തന്നെ ഒരു മാംഗല്യ യോഗം കാണുന്നുണ്ട്. മാംഗല്യ യോഗോ? അതെ, ഉടനെ തന്നെ ഉണ്ടാവുന്ന കാണുന്നത്. പാർവതി ദേവിയെ പോലെ സൽഗുണ സമ്പന്നയായ ഒരു മരുമകൾ ഈ വീട്ടിലേക്ക് വന്നു കയറും. ശിവപാർവതിമാരെ പോലെ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ബന്ധം വളരുമെന്നാ കാണിക്കണം. പിന്നെ എന്തു പറ്റി പണിക്കരെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ബന്ധം ഈ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളും പ്രശ്നങ്ങളും കൊണ്ടുവരുമെന്ന് കാണിക്കുന്നു. എന്തെങ്കിലും പോവഴി? ആ ബന്ധത്തെ അംഗീകരിക്കാൻ വേറെ പോവഴിയൊന്നുമില്ല. ശരി, എന്നാ പണിക്കര് വെക്കോ. ദാ ദക്ഷിണ. അവൻ അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താ? തൽക്കാലം ഇതിവിടെ ആരോടും പറയണ്ട. നോക്കാം. ഏട്ടാ, ഏട്ടൻ എവിടെ പോയി? പുറത്തെറ്റാൻ പോയതായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം. പപ്പയൊന്ന് വിളിക്കട്ടെ. ഇവിടേക്ക് പോകുന്ന ശേഷം പപ്പ എന്നെ ഒരു വട്ടം പോലും വിളിച്ചില്ലല്ലോ. ഹലോ പപ്പ. ആ ഹലോ മോനെ, പറ. എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? ഓ, ഇപ്പം ഞാൻ വിളിച്ചപ്പോഴാ എന്നെക്കുറിച്ച് പപ്പയ്ക്ക് ഓർമ്മ വന്നേല്ലേ. ഏട്ടൻ്റെ കൂടെ ഞാനിങ്ങ് പോകുന്ന ശേഷം ഒന്ന് വിളിച്ചുകൂടിയില്ലല്ലോ. സോറിടാ, അവനും കൂടി ഇല്ലാത്തല്ലേ. ഒരുപാട് വർക്ക് പ്രഷറായിപ്പോയി, അതുകൊണ്ടാ. ആയിക്കോട്ടെ. മുത്തശ്ശൻ എന്താക്കുന്നു? മുത്തശ്ശൻ ഇവിടെ ഉണ്ട്. പകല് പണിക്കര് വന്നായിരുന്നു തോന്നുന്നു. ശിവയുടെ ജാതകം നോക്കിയിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മൂഡ് ഓഫാ. എന്താ ചോദിച്ചാൽ നമ്മളോടൊന്നും പറയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കാനും പോയില്ല. ഓ, ഏട്ടൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയതായിരിക്കും. ഇനി കൂടില്ല, എക്സ്ട്രീം ലെവലാന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ വിഷമമായിരിക്കും. നീ വെറുതെ ഇല്ലാത്തൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഏട്ടനോട് വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാക്കി എടുത്തതല്ലേ മുത്തശ്ശൻ. പപ്പയോട് പോലും ഏട്ടനൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്ര കാലമായി. അധിക ദിവസം കാണാം വേണ്ടാത്ത ഓരോന്ന് നോക്കി തുടങ്ങി മുത്തശ്ശൻ ഇങ്ങനെ വിളിക്കുന്നത്. സാരല്ല, നീ അത് വിട്. നിനക്കവിടെ സുഖല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല. വന്ന ടൈമിൽ ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം ശരിയായി. ആ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അവൻ എന്തിനാ പോയതെന്നൊന്ന് ശ്രദ്ധിക്കേ. ഞാൻ ശ്രമിക്കുന്നുണ്ട് പപ്പ, പക്ഷെ ഏട്ടൻ ഒരു പിടി തരുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഏട്ടൻ്റെ റൂമിൽ കയറിയപ്പം ഡയറിയിൽ ഏതോ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. ആരതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. അന്ന് പപ്പ പറഞ്ഞില്ല ഇന്ന് ഏട്ടൻ്റെ റൂമിൽ നിന്ന് ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കിട്ടിയെന്ന്. അതാരാന്ന് പപ്പയ്ക്ക് മനസ്സിലായോ? എവിടുന്ന്? ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടും കൂടിയില്ല. പക്ഷെ പപ്പ, ഞാൻ കണ്ട ഫോട്ടോയിൽ കണ്ണു മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനത് വീഡിയോ കണ്ടിട്ടുണ്ട്. ആരതാണെന്ന് എനിക്ക് കറക്റ്റ് ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല. ഒന്നുകൂടി കണ്ടിരുന്നേ മനസ്സിലാവുമായിരുന്നു. പിന്നെ അത് നോക്കാൻ അവൻ്റെ റൂമിൽ കയറി വെറുതെ തപ്പൊന്നും വേണ്ട. അവൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ചെറിയൊരു കാര്യം മതി ദേഷ്യം വരാൻ. ഇല്ല പപ്പ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ഏട്ടൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ പപ്പയെ പിന്നെ വിളിക്കാം. ആ എന്നാ ശരി, നീ വെച്ചോ. ഏട്ടാ, ശക്തി, ഞാൻ നല്ല മൂഡിലല്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ആ ശരി. ഈശ്വര, ഏട്ടനെന്ന് എന്ത് പറ്റി? ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. ദുർഗ, നീ ഒരുത്തിന് പെണ്ണ് കാണാൻ നിന്ന് കൊടുത്തല്ലേ. എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. നീ എൻ്റേത് മാത്രം. ദുർഗ, എന്തായി? നീ വീട്ടിൽ വല്ലതും പറഞ്ഞോ?
എന്താ പറയാ, ഞാനൊന്നും പറഞ്ഞില്ല. എടി, എന്റെ മനസ്സ് പറയുന്നു അങ്കിളിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലും ശരിയാവുന്നു. വേണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. എന്ത് വഴിയാ നീ പറയുന്നേ? അവനെ പോലെ ഒരുത്തനെ ലൈഫ് പാർട്ട്ണർ ആകുന്നതിലും ഭേദം മാരേജ് വേണ്ടാന്ന് വെക്കുന്നത്. നോക്കാടാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഈ പീരീഡ് നമുക്ക് ഫ്രീ അല്ലേ? ഞാനിപ്പോ വരാം. ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെ. ഞാൻ കൊടുത്തിട്ട് വരാം. എടി ഞങ്ങളാരും വരണോ? എന്തിന്റെ? ഒരു 10 മിനിറ്റ്, ഞാൻ വേഗം വരാം. ഹായ് വൈഫി, ഒരു മിനിറ്റ്. വൈഫിയോ? ഞാൻ അപ്പയോടെ തന്റെ വൈഫായി. 2-3 മാസം കഴിഞ്ഞ് നമ്മുടെ എൻഗേജ്മെന്റ് അല്ലേ, ഇപ്പോഴൊന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് കരുതി. നോക്കൂ വിവേക്, എൻഗേജ്മെന്റ് കഴിയുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മാരേജ് അതൊരിക്കലും നടക്കില്ല. പിന്നെ എൻഗേജ്മെന്റിന് 1-2 മാസം കൂടി ഉണ്ടല്ലോ. അതിന്റെ മുന്നേ അച്ഛൻ്റെ എല്ലാ പ്രശ്നവും തോന്നും. ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ഈ കല്യാണം വേണ്ടാന്ന് വെക്കും. അപ്പോ നിനക്ക് നിന്റെ അച്ഛന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അറിയില്ലല്ലേ? 1-2 150 കോടി നിന്റെ അച്ഛന്റെ കമ്പനിക്ക് ഇപ്പോൾ ആവശ്യം. എന്റെ പപ്പയല്ലാണ്ട് വേറെ ആരും ഇൻവെസ്റ്റ് ചെയ്യാനാ നിന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും പണം? 150 കോടിയോ? അപ്പോ നിന്റെ പപ്പ ഇക്കാര്യം നീയായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അല്ലേ? വിവേക്, എന്നെ ജയിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്, അങ്ങേര് പറഞ്ഞുതരും. അപ്പോ എന്റെ വൈഫി ഒരുങ്ങി നിന്നോ നമ്മുടെ എൻഗേജ്മെന്റിന്? എക്സ്ക്യൂസ് മീ, ഇവിടെ എന്താ പ്രശ്നം? ഓ ശല്യം ഒന്നുമില്ല സർ, ഞാൻ വെറുതെ ലൈബ്രറിയിലേക്ക് വന്നപ്പോൾ ഇവിടെ ദുർഗയെ കണ്ടു, ഒന്ന് സംസാരിച്ചു, അത്രയും. അപ്പോ ദുർഗ എല്ലാം പറഞ്ഞ പോലെ ബൈ. നീയോ അവനിപ്പോ എന്താ സംസാരിച്ചേ? അതിപ്പോ സാർ എന്തിനാ അറിയുന്നേ? അവനെന്റെ വുഡ്ബിയാ. ഞാനും അവനും തമ്മിൽ പലതും സംസാരിക്കും. അവർക്ക് സാറോട് പറയുന്നുണ്ടോ? സ്റ്റോപ്പ് ഇറ്റ് ദുർഗ. ഇനി മേലെ എന്റെ മുന്നിൽ വെച്ച് അവനെ അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ സാർ എന്ത് ചെയ്യും? സോറി. ദുർഗ, നീ ഇവിടെ എന്തെടുക്കുക? എത്ര നേരം എന്തിനാ ക്ലാസ് കാത്തുക്കുന്നറിയോ? അങ്കി, എന്താടി നീ എന്താ എന്തോ കണ്ട് പേടിച്ച മാതിരി നിൽക്കുന്നേ? അങ്കി, അയാളെന്നെ കിസ് ചെയ്തടി. കിസ് ചെയ്യാനോ? ആര്? ശിവസാറോ? എന്തിന്? എന്താ സംഭവിച്ചേ? ഞാൻ ലൈബ്രറിയിൽ ബുക്ക് വെച്ചിറങ്ങിയിരുന്നു. അപ്പോ വിവേക് വന്നതിനോട് ഫ്ലൈറ്റ് ചെയ്തു. അത് കണ്ട് അങ്ങേര് ഇങ്ങോട്ടേക്ക് വന്ന്. സാറ് വന്ന പാവം പോയി. പക്ഷെ അങ്ങേര് എന്നോട് എന്തിനും വിവേകിനും സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ചൂടായതാ. എന്നിട്ട് ഞാൻ അങ്ങേരോട് അവനെന്റെ വുഡ്ബിയാണ്, അതുകൊണ്ടാ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ആളെന്ന് കയറി കിസ് ചെയ്തടേ. നന്നായി, നിനക്കറിയുന്നല്ലേ അയാളെ സ്വഭാവം. എന്നിട്ട് ആളെ കയറി ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് നീ അയാൾക്കിട്ടൊന്ന് പൊട്ടിച്ചില്ലേ? അതാടേ പ്രശ്നം. അങ്ങേരെന്നെ കിസ് ചെയ്തിട്ട് പോലും എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് പോടി. എനിക്കെന്തായാലും നീ അങ്ങേരോട് അധികം അടുക്കാൻ നിൽക്കണ്ട. അങ്ങേരെ കാണാവുന്ന സാഹചര്യക്കുന്ന കുറച്ചാള്, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക്. ഇനി ഞങ്ങളിൽ ആരെങ്കിലും ഇല്ലാണ്ട് നീ പുറത്തേക്കൊന്നും അധികം പോകണ്ട. ക്ലാസ്സിൽ തന്നെ ഇരുന്നോ. എന്നാ ക്ലാസ് പോ. ഹായ് അങ്കിത, എവിടേക്കാ? അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. വഴിമാറും. ഇല്ലെങ്കിൽ അങ്കി, ഡാ നിനക്കൊക്കെ എന്താടാ വേണ്ടേ? വന്നല്ലോ പ്രൊട്ടക്ഷൻ ഓഫീസർ. എപ്പോഴും ഇവളുടെ പാലിൽ തൂങ്ങി നടക്കും. നീ എന്താടാ ഇവളുടെ കാമുകൻ? ആണെങ്കിൽ ഇവളെ എന്റെ പെണ്ണു. ഇനി നിന്റെ ഒപ്പം നേരത്തെ ഇവളുടെ മേലെ വീണ ഈ ശക്തി ആരാണ് നീയൊക്കെ അറിയും. വരുണേ, എന്താടാ പ്രശ്നം? ഏയ് ഒന്നുമില്ലടാ, ഞാൻ ഇവളെ കണ്ടപ്പോ ഒന്ന് മിണ്ടിയെന്നേ ഉള്ളൂ. വാ നമുക്ക് വാ, ക്ലാസ് തുടങ്ങാറായില്ലേ. അപ്പോ പോട്ടെ അങ്കിത, നമുക്ക് കാണാം. അത് പിന്നെ അങ്കി, ഞാൻ എടാ ശക്തി, വരുണും വിവേകും പോകുന്നുണ്ടല്ലോ, അങ്ങനെ നീ പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നുമില്ലടാ, അത് ഞാൻ സോൾവ് ചെയ്തു. ഉണ്ടാവാ ക്ലാസ്സിൽ പോ.
ഗൈസ്, എനിക്ക് നിങ്ങളോട് മൂന്നാളോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ നീ പറ. നാളെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും കൂടി പോകുന്നു എങ്ങോട്ട്? എൻ്റെ റൂമിലേക്ക്. അതെന്തിനാടാ? നാളെ എൻ്റെ ബർത്ത്ഡേ. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ്റെയും മുത്തശ്ശൻ്റെ കൂടെയും ആഘോഷിച്ചിരുന്നത്. ഇപ്രാവശ്യം പിന്നെ നിങ്ങളല്ലേ ഉള്ളൂ വിളിക്കാൻ. അതുകൊണ്ട് ഒഴിവുകൾ പറയാൻ പറ്റില്ല. മൂന്നാളും നാളെ വൈകുന്നേരം എൻ്റെ കൂടെ വന്നേക്കണം. എടാ ശക്തി, എനിക്ക് നാളെ വീട്ടിൽ കുറച്ച് കാര്യം. ദുർഗ, നീ വെറുതെ കള്ളം പറയാൻ നോക്കൊന്നും വേണ്ട. എനിക്കറിയാം നിനക്ക് എവിടെയും പോകില്ല. എന്നോട് ഇഷ്ടമുണ്ട് നിങ്ങൾ വരും. ഞാൻ വരാം. എടേ, എങ്കിൽ ഞാനെന്ത് ചെയ്യട്ടെ? ശക്തിയോട് എങ്ങനെയാ വരൂലെന്ന് പറയാൻ? അവനിത്രയും കാര്യമായിട്ട് വിളിച്ച സ്ഥിതിക്ക് പോയില്ലെങ്കിൽ മോശം. ഓ, അങ്ങനെ കാണരുത് വിചാരിക്കുന്നതനുസരിച്ച് കാണാണ്ട അവസരം മാത്രമേ കിട്ടുന്നുള്ളൂ. എടി, നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലേ കൂടെ. അങ്ങേരെ മുന്നിൽ നിന്നെ ഒറ്റക്കിട്ട് ഞാൻ പോയില്ല പോരെ. എന്നാലും എടി, അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ നമ്മളല്ലേ ഉള്ളൂ ഈ നാട്ടില്. നമ്മളോട് പോയാലേ അത് മോശമായിരിക്കും. പോവാം. ഇന്ന് ഇതേക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? 150 കോടി എന്നൊക്കെ പറയുമ്പോൾ സത്യാവസ്ഥ അച്ഛനോടൊന്ന് ചോദിച്ചാലും വേണ്ട, ഞാൻ അറിയുന്നതെന്ന് കരുതിയിട്ടല്ലേ അച്ഛൻ എന്നോട് പറയാതിരുന്നെ. അപ്പം ഞാനിത് ചോദിച്ചാൽ അച്ഛന് വിഷമാവും. ചോദിക്കാതെ എങ്ങനെയാ? അവൻ ചിലപ്പോൾ കള്ളം പറഞ്ഞതാണെങ്കിലോ? എങ്ങനെയാ അപ്പം ഒന്നറിയാൻ? മോളെ, വിവേകിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് അടുത്ത മാസം 15-ാം തീയതിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ചോദിച്ചു. എന്താ പെട്ടെന്ന്? 2-3 മാസം കഴിഞ്ഞിട്ട് മതി എന്നല്ലായിരുന്നു അവര് പറഞ്ഞേ. അത് പിന്നെ മാധവിന് അടുത്ത മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു ബിസിനസ് ടൂർ വരുന്നുണ്ട്. പിന്നെ 5-6 മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഉണ്ടാവുള്ളൂ. അതിന് മുന്നേ എൻഗേജ്മെന്റ് നടത്തിയിട്ടാണ് അവർ പറയുന്നത്. ആണോ? എന്താ മോളെ നിന്റെ അഭിപ്രായം? എങ്ങനെയാലും കുഴപ്പമില്ല അച്ഛൻ. മോളെ, എന്താ നിനക്ക് താല്പര്യമില്ലേ? ഇല്ലെങ്കിൽ പറ, നമുക്കിത് വേണ്ടാന്ന് വെക്കാം. അതൊന്നുമില്ല അച്ഛാ. ഞാൻ വെറുതെ കല്യാണം എന്നൊക്കെ പറയുമ്പോ എനിക്കൊരു ടെൻഷൻ. അതൊക്കെ അങ്ങ് ശരിയാവും. മോള് വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ മാരേജിന് ഇനി 2 കൊല്ലം കൂടി ഉണ്ടല്ലോ. അതിനൊരു മോളെ ടെൻഷനൊക്കെ മാറും. ശരി അച്ഛാ. ഈശ്വര, ഈ കാര്യം അങ്ങനെ അറിഞ്ഞാൽ എന്തായിട്ട് സംഭവിക്കുക? അവനെന്തിനാ വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്? ഞാൻ അങ്ങേരോട് ഇഷ്ടമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അയാൾ എന്നെ കിസ് ചെയ്ത് എന്റെ ഫസ്റ്റ് കിസ്സായിരുന്നു. ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഞാൻ എന്തൊക്കെ ആലോചിക്കുന്നേ? തൽക്കാലം വേഗം കിടന്നുറങ്ങാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ പലതും ചിന്തിക്കും. കിടന്നതേലോ, അതിനിടയ്ക്കാരോ? ഓ, അങ്കിയായിരുന്നു. എന്നാടി, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അത് പിന്നെ നിന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. കോളേജിൽ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, മറന്നുപോയി. എന്തെറ്റി? ഇടി, ഇന്ന് വൈകുന്നേരല്ലേ ഞാൻ വെള്ളം കുടിച്ച് വരുമ്പോൾ ക്യാൻറ്റീൻ്റെ അടുത്ത് വെച്ചിട്ട് വിവേകിന്റെ ഫ്രണ്ട് ആ വരുണില്ലേ, അവൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അതും കേട്ട് ശക്തി അങ്ങോട്ടേക്ക് വന്നേ. അവിടെ വെച്ച് ശക്തി അവൻ തമ്മിൽ നല്ല വാക്തർക്കുണ്ടായിരുന്നു. അതിനിടയിൽ ശക്തി അവനോട് പറയാ ഞാൻ അവന്റെ കാമുകയാണെന്നും ഞാൻ അവന്റെ പെണ്ണാണെന്നൊക്കെ. ശക്തി ആടി. പക്ഷെ പിന്നീട് അതിനെ കുറിച്ച് അവനോട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. ഇനി അവൻ ചിലപ്പോ അവന്മാരെ ജയിക്കാൻ വേണ്ടിട്ട് വെറുതെ പറഞ്ഞായിരിക്കില്ലേ? പക്ഷെ എനിക്കങ്ങനെ തോന്നില്ലടി. ചില സമയത്ത് അവന് നിന്നോടുള്ള സംസാരം നോട്ടമൊക്കെ കാണുമ്പോൾ എനിക്കും ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് പോടി. എടി, സത്യമായിട്ടും നാളെ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാണ്ട്. അവന് നിന്നോട് എന്തോ ഒന്നുണ്ട്. ഒന്ന് പോകണ്ടേ? ഒരു മനസ്സമാധാനമായിട്ട് നിന്നെ വിളിച്ചു. അപ്പോൾ നീ ഒന്നും കൂടി മനസ്സമാധാനക്കേടാക്കി. ഞാനൊരു സത്യം പറഞ്ഞല്ലേ? മതി സത്യം പറഞ്ഞു. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നീ കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൾ ഈ സമയത്ത് വിളിച്ച് ഇക്കാര്യം പറയണമെങ്കിൽ സത്യം ശശി ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും കണ്ണടച്ച് പാരൊടിക്കാൻ ഞാൻ സമ്മതിക്കില്ല രണ്ടിനെ. ഞാനിന്ന് അവളെ ഒന്ന് വിളിച്ചിട്ടൊരു സോറി പറഞ്ഞാലോ? അല്ലേ വേണ്ട, നാളെ ഇങ്ങോട്ട് വരുന്നല്ലേ ശക്തി പറഞ്ഞ്. ഇവിടുന്ന് സംസാരിക്കാം. എന്നാലും ഞാൻ എന്താ ചെയ്ത്? അവളുടെ പെർമിഷൻ പോലും വാങ്ങാതെ ആ വിവേകിന്റെ കൂടെ ഇന്ന് അവളെ കണ്ടപ്പോൾ എനിക്ക് എന്തിനത്രയും ജലസ് വന്നേ. എന്തെങ്കിലും ആട്ടെ, നാളെ എന്തായാലും അവൾ ഇങ്ങോട്ട് വരുമല്ലോ. ഇനി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് വരാണ്ട് നിൽക്കൂ.
ആ വന്നില്ലേ നാളെ നോക്കാം.